എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൈസ് പത്തിരി അല്ലെങ്കിൽ അരിപ്പത്തിരി എന്നൊക്കെ വിളിക്കുന്ന പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പത്തിരി എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും, എങ്കിലും ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്തിരി ശരിയായിട്ട് കിട്ടുന്നില്ല, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പത്തിരി ചെയ്യാനായിട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 1 കപ്പ് പൊടിക്ക് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിൻ്റെ പാക്കറ്റിൽ നോക്കുക എത്ര വെള്ളമാണ് ചേർക്കേണ്ടതെന്നുള്ളത്. പിന്നെ എപ്പോഴും ഒരു 1.25 മുതൽ 1.5 കപ്പ് അത്രയും വെള്ളമാണ് എന്തായാലും വേണ്ടി വരിക 1 കപ്പ് പൊടിക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ നമുക്ക് ഈ പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലാണ് പത്തിരിയുടെ മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പത്തിരി ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ സാധാരണ പാത്രത്തിൽ ചെയ്യണേക്കാളും. പിന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു കപ്പാണ്. അപ്പോൾ ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം. ആ കപ്പിന് തന്നെ പൊടിയും അതുപോലെ തന്നെ വെള്ളവും അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി പ്രധാനമാണ്. പത്തിരി ഉണ്ടാക്കുമ്പോൾ കൂടാനും കുറയാനും പാടില്ല. കറക്റ്റായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണയോ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ പൊടി ഇടുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് കുറച്ച് വെള്ളം ഒന്ന് കുറയും. ഇനി ഇതിലേക്ക് ആ ഒരു സമയമാകുമ്പോൾ നന്നായി വെള്ളം വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അതേ കപ്പിന് തന്നെ അളന്നെടുത്തിട്ടുള്ള 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് ഉടനെ തന്നെ നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് എല്ലാ വെള്ളവും കറക്റ്റായിട്ട് അരിപ്പൊടിയിലേക്ക് മിക്സ് ആവുന്നവരെ പെട്ടെന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കുക. അടച്ച് വെക്കുമ്പോൾ വിസിലിടേണ്ട ആവശ്യമില്ല. വിസിലിടാതെ ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കുക കേട്ടോ. 1 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ വിസിലിടാതെ 1 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ കുക്കർ ഈ അടുപ്പത്തൊന്നൊന്ന് മാറ്റി വെക്കണം. ഇതേ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടുണ്ടാവും. അപ്പോൾ നമുക്ക് പൊടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊടി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ് കുക്കർ. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പൊടിയിൽ മിക്സായി ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇപ്പോഴും പൊടിക്ക് നല്ല ചൂടുണ്ട്. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം പത്തിരിയുടെ കാര്യത്തിൽ ഒത്തിരി പ്രധാനമാണ്. നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കുഴക്കുമ്പോഴാണ് പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടുകൂടി കുഴക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കുക. പിന്നെ കറക്റ്റ് ആ മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത മാവായിരിക്കും. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുഴക്കാൻ പറ്റില്ല. അതുപോലെ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒത്തിരി ഡ്രൈ ആയി പോകും നമ്മുടെ മാവ്. ഇപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ഇതുപോലെയുള്ള മാവായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എല്ലാം ആക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് അപ്പം തന്നെ പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാം ബോളാക്കി ചെയ്തെടുത്തിട്ടാണ് പരത്തുന്നത്. അപ്പോൾ ഞാനിവിടെ പത്തിരിയുടെ ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും പത്തിരിയാണ് കിട്ടുക 1 കപ്പ് പൊടിയിൽ നിന്ന്. ഇനി ഞാനിവിടെ പരത്താൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി പരത്തിയിട്ടെടുക്കാം. അപ്പോൾ അതിന് നന്നായിട്ട് പൊടി ഇട്ടിട്ട് വേണം പത്തിരി പരത്താനായിട്ട്. അതും ഒരു മെയിൻ കാര്യമാണ് നമ്മൾ പത്തിരി പരത്തുമ്പോൾ. കാരണം നമ്മൾ ചപ്പാത്തിയുടെ മാവ് ഗോതമ്പ് പൊടിയൊന്നും പരത്തണ പോലെയല്ല, അരിപ്പൊടി പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് പൊടിയിട്ട് പരത്തി കൊടുക്കുക. പിന്നെ അടിയിൽ കൂടുതൽ പൊടിയിടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പറ്റുന്ന പോലെ വട്ടത്തിൽ പരത്തിയെടുക്കുക. പിന്നെ നല്ല കനം കുറച്ച് പരത്താനായിട്ട് ശ്രദ്ധിക്കുക. പത്തിരി ഒട്ടും കനം ഉണ്ടാവരുത്. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് പൊങ്ങി വരിക. നമ്മൾ ചുടുന്ന സമയത്തൊക്കെ ഒട്ടും കനമില്ലാതെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വട്ടമൊക്കെ ഉണ്ട്, എങ്കിലും വലിയ കാണാൻ അത്ര ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം.
അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തുകൂടി എടുക്കുന്നുണ്ട്. നമുക്ക് പത്തിരി ആ ഒരു കറക്റ്റ് ഷേപ്പിൽ എല്ലാ പത്തിരിയും ഒരുപോലെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വട്ടത്തിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ അത് മതി. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കാണാനും കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ എക്സ്ട്രാ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. നല്ല നേരിയതായിട്ടുള്ള പത്തിരിയാണ്. ഇതുപോലെ ഇത്രയും നൈസായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയൊക്കെ പരത്തിയെടുക്കാം. കണ്ടില്ലേ? പൊടിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്കിതുപോലെ നന്നായി പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാ പത്തിരിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ ചുടുമ്പോൾ ഉള്ള കാര്യം, നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ചെറുതായി അമർത്തുമ്പോൾ തന്നെ അത് പൊങ്ങി വരുന്നതായിട്ട് കാണാം. കണ്ടില്ലേ? ഇതിന് വലിയ വേവൊന്നുമില്ല, പൊടിയൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. പിന്നെ നല്ല നേരിയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ നന്നായി പൊങ്ങി വരാൻ തുടങ്ങും. പൊങ്ങി വന്നു കഴിഞ്ഞ് ഒന്നുകൂടെയൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടുപ്പിൽ നിന്ന് എടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ പത്തിരി. ചുട്ടെടുക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം മീഡിയം ആക്കി കൊടുക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് പത്തിരി ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി പൊങ്ങി വരും. അതാണ് നല്ല പത്തിരി ആണെങ്കിൽ നല്ല ഇതുപോലെ നന്നായി തന്നെ പൊങ്ങി വരും. അപ്പോൾ 2 സൈഡും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം പത്തിരിയൊക്കെ. ഇതുപോലെ ബാക്കിയുള്ള പത്തിരിയൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പത്തിരിയെല്ലാം ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്, നല്ല നേരിയ നല്ല സോഫ്റ്റ് പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് പത്തിരി ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്